പൊളിറ്റിക്കൽ പവർ കൈവന്നിട്ടുണ്ട്, സംശയമില്ല. പിന്നെന്ത് വേണം? ബാബാ സാഹിബ് അംബേദ്കർ വീണ്ടും പറയുന്നു, നിയമപരമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് അതുണ്ടാവണം. അതുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഉണ്ട് എന്ന് ഏത് സംഘപരിവാർ സംഘടനയ്ക്ക് പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഇതുവരെ ദലിതർക്കോ ആദിവാസികൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ ഇതുവരെ കിട്ടിയിട്ടില്ല. വീണ്ടും ബാബാ സാഹിബ് അംബേദ്കർ എങ്ങനെയാണെങ്കിലാണ് ദലിതർക്കും ആദിവാസികൾക്കും ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം അവസാനമായിട്ട് പറയുന്നു, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമൂലനം, ജാതിയില്ലായ്മ. സംഘപരിവാറിന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ജാതിയില്ലായ്മ എന്ന് പറയുന്നത്. കാരണം ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇന്ത്യയിൽ നടപ്പാക്കാൻ വ്യഗ്രത കൊള്ളുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് RSSന് അത് ചിന്തിക്കാൻ പറ്റില്ല. പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിൽ തുല്യത നൽകാനായിട്ട് അവർക്ക് കഴിയില്ല. ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ അംഗീകരിച്ചു തരാൻ ഇവർക്ക് കഴിയില്ല. പിന്നെ ഇവർ എന്ത് ദേശസ്നേഹമാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, നമ്മുടെ ഹിൽദ്വാനിൽ, ജാർഖണ്ഡിലെ ഹൽദ്വാനിയിൽ നമ്മൾ കണ്ടല്ലോ, ഒരു രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അവിടെ പ്രസംഗിച്ചു എന്ന കാരണം കൊണ്ട് അവിടെ ശുദ്ധികലശം നടത്തുന്ന ബ്രാഹ്മണ സവർണ മേൽക്കോയ്മയെ എന്ത് പേരിട്ട് വിളിക്കണം? പ്രധാനമന്ത്രി ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങൾ വെറും വാഗ്ദാനങ്ങളായിട്ട് തന്നെ ഇരിക്കും എന്നും ഞങ്ങൾക്കറിയാം. നിങ്ങളെവിടെയാണ് പട്ടിക വിഭാഗക്കാരൻ്റെയും ന്യൂനപക്ഷങ്ങളുടെയൊക്കെ സംരക്ഷകരായി മാറുന്നത്? നിങ്ങൾക്ക് മനുസ്മൃതി വേണം, നിങ്ങൾക്ക് കാവിക്കൊടി, ത്രിവർണ പതാകയ്ക്ക് പകരം കാവിക്കൊടി നിങ്ങൾക്ക് ഉയർത്തണം, നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കണം, വീണ്ടും ചാതുർവർണ്ണയത്തിലേക്ക് ഞങ്ങളെ തിരികെ നടത്തണം എന്നുള്ളത് കൊണ്ടാണ് എങ്കിൽ ഞങ്ങൾക്ക്, ഞാനിപ്പോൾ പറയുന്നത് വന്ദേമാതരം ഞാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ പിടിച്ച് ജയിലിലിടാം. പക്ഷേ വളരെ രഹസ്യമായി, വളരെ ഗോപ്യമായി, നമുക്കറിയാമല്ലോ, ഈ എന്താ പറയുന്നത്, ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്ന സമയത്ത്, വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സമയത്ത് ഓരോ രാഷ്ട്രങ്ങളുടെയും ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടാണ് ആ കളി തുടങ്ങുന്നതിന് മുമ്പ് അത് ആലപിക്കുന്ന ഒരു സംസ്കാരം ഉണ്ട്. അത് ക്രിക്കറ്റിൽ മാത്രമല്ല, എല്ലാ കളികളിലും ഉണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംഘപരിവാറുകാരോടാണ്. സംഘപരിവാറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കളിക്കാരിൽ എത്ര പേര് ആ ദേശീയ ഗാനം ആത്മാർത്ഥമായിട്ട് പാടുന്നുണ്ട്? പാടുന്നവരുണ്ട്, പാടാത്തവരുണ്ട്. അതിൽ ആത്മാർത്ഥമായിട്ട് പാടുന്ന എത്ര ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും? ഒന്നോ രണ്ടോ, കൂടിപ്പോയാൽ 3 പേര്. അവർക്കെതിരെ സംഘപരിവാർ എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുത്തില്ല? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഈ പറയുന്ന ലക്ഷ്മി സ്തുതികളെയും ദുർഗാസ്തുതികളെയും സരസ്വതി സ്തുതികളെയും ആരാധന അവനവൻ്റെ, അവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. എൻ്റെ അവകാശം, ഏത് മതം വേണം, ഏത് ദൈവം വേണം, ഞാൻ ആരെ ആരാധിക്കണം, ഞാൻ ആരെ വിശ്വസിക്കണം, ഞാൻ ആരെ വിശ്വസിക്കണ്ട എന്ന് സ്വയം ചിന്തിക്കാനുള്ള എൻ്റെ അവകാശത്തെ നിങ്ങൾ നിഷേധിക്കുന്ന ഈ ഒരു വന്ദേമാതര സംവിധാനം നിങ്ങളത് അവസാനിപ്പിക്കണം. ഇവിടെ ദേശീയ ഗാനം പാടാത്ത ആളുകളുണ്ട്, അതുപോലെ തന്നെ ദേശീയ ഗീതം പാടാത്ത ആളുകളുണ്ട്. നിങ്ങളത് ആരിലും അടിച്ചേൽപ്പിക്കണ്ട. പിന്നെ AR റഹ്മാൻ പാടിയിരിക്കുന്ന വന്ദേമാതരം എന്നുള്ള പാട്ട്,
നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ റഹ്മാനാണ്, AR റഹ്മാനാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങളത് പാടുന്നത്, അല്ലെങ്കിൽ അത് കേൾക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ വശ്യസുന്ദരമായ സംഗീതാത്മകത കൊണ്ട് തന്നെയാണ്. അപ്പോൾ ചോദ്യ സംസ്കൃതിയിലൂടെ എനിക്ക് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇത്തരം മനുഷ്യനെ അടിമത്വത്തിലേക്ക് നയിക്കുന്ന ഭരണ സംവിധാനം അവസാനിപ്പിച്ചൂടെ? നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും തുല്യത കൈവരിക്കാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങളെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങളത് കൈക്കൊള്ളണം. ഒളിച്ചു കളിച്ചിട്ട് കാര്യമില്ല. പറയുന്നതൊന്നും പ്രവൃത്തിയിൽ മറ്റൊന്നും, ബാക്കി ചെയ്യുന്നത് മുഴുവൻ, സംഘടനാപരമായി ചെയ്യുന്നത് മുഴുവൻ ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾ പിന്മാറിയേ പറ്റൂ. ഇന്ത്യയിലെ ജനങ്ങളെ നിങ്ങൾ അടിമകളാക്കി കൊണ്ടുപോകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവുക പലരും പ്രവചിച്ച പോലെ അംബേദ്കറിസവും ബ്രാഹ്മണിസവും തമ്മിലുള്ള വലിയൊരു പോർമുഖം തുറക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു ഇന്ത്യ അല്ലല്ലോ നമുക്കാവശ്യം. നിങ്ങൾ 2047 കുറിച്ച് സംസാരിക്കുമ്പോൾ 8% നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ബാക്കി 92% അവസ്ഥ എന്തായിരിക്കും? ഇത് ഞങ്ങളുടെ ചോദ്യം തന്നെയാണ്. ജയ് ഭീം.